നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴുവിൽ സ്വദേശിനി എറണാകുളം മരട് ചമ്പക്കരയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഒരുമനയൂരിനെ മന്ത്രി അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഹരിതകർമ്മസേന കഴിഞ്ഞ വർഷം ശേഖരിച്ചത് 1,52,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. വടക്കാഞ്ചേരി ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാർത്തകൾ വിശദമായി. പഴുവിൽ സ്വദേശിനി എറണാകുളം മരട് ചമ്പക്കരയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പഴുവിൽ വെസ്റ്റ് വള്ളൂക്കാട്ടിൽ അശോക് കുമാറിന്റെ മകൾ 25 വയസ്സുള്ള ശ്വാദ അശോകാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആലപ്പുഴ സ്വദേശി 25 വയസ്സുള്ള സൂരജും മരിച്ചു. വെള്ളിയാഴ്ച രാത്രി 12:15 ചമ്പക്കര മാർക്കറ്റിന് സമീപം മെട്രോ പില്ലർ 953 ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചിരുന്നു. ഫോറം മാളിൽ പോയി കാക്കനാട്ടുള്ള റൂമിൽ ശ്വേതയെ കൊണ്ടുവിടാൻ പോകവേ ആയിരുന്നു അപകടം. ഇരുവരുടെയും മൃതദേഹം എറണാകുളം വെൽകെയർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മ മിനി, സഹോദരി സ്വാതി. ഒരുമനയൂരിനെ മന്ത്രി അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഹരിതകർമ്മസേന കഴിഞ്ഞ വർഷം ശേഖരിച്ചത് 1,52,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമെന്ന് മന്ത്രി MP രാജേഷ്. ഹരിതകർമ്മ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 1,52,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ 30 ലക്ഷം വകയിരുത്തി 1600 ചതുരശ്ര അടിയിൽ പണിത മെറ്റീരിയൽ കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ പണിത മെറ്റീരിയൽ കളക്ഷൻ സെന്റർ പോരാതെ വന്നത് ഈ പഞ്ചായത്തിൽ നല്ല രീതിയിൽ മാലിന്യ ശേഖരണം നടക്കുന്നു എന്നതിന് തെളിവാണ്. ഇന്ന് ഈ പഞ്ചായത്ത് ജില്ലയിൽ യൂസർ ഫീ കളക്ഷനിൽ ഒന്നാമതാണ്. നല്ല രീതിയിൽ ഹരിതകർമ്മസേന പ്രവർത്തിക്കുകയും മാലിന്യം ശേഖരണത്തോട് സഹകരിക്കുന്ന നല്ലവരായ നാട്ടുകാരും ഒത്തുചേർന്നതിന്റെ ഫലം ആണിതെന്നും മന്ത്രി പറഞ്ഞു. ചെറിയ ഗ്രാമപഞ്ചായത്ത് ആയിട്ടുകൂടി ഇത്രയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ഭരണസമിതിയെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ചടങ്ങിൽ ഒരുമനയൂർ പഞ്ചായത്തിനെ മന്ത്രി അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെയുണ്ടല്ലോ കുറച്ച് പേര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളെ ആക്ഷേപിക്കാൻ ഉത്സാഹമുള്ള കുറച്ചൊക്കെ ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ പറയും വേണ്ട, അവരെ ആക്ഷേപിക്കാൻ കുറച്ച് ഉത്സാഹം കൂടുതലാണ്, അപവാദം പറയാൻ. ഹരിതകർമ്മസേനയെ അങ്ങനെ നേരിട്ടപ്പോൾ കർക്കശമായിട്ട് കൈകാര്യം ചെയ്തു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സർക്കാർ നിയമ ഭേദഗതി വരുത്തി. ആ മാറ്റമുണ്ടായി. ഇപ്പൊ കഴിഞ്ഞൊരു കൊല്ലം 2024-25 ഹരിതകർമ്മസേന കേരളത്തിൽ ശേഖരിച്ച മാലിന്യം എത്രയെന്നറിയോ? 1,52,000 ടൺ. ഒരു ടൺ പറഞ്ഞ 1000 കിലോ, 15,200 കോടി കിലോ എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞാൽ അതിന്റെ വലിപ്പം മനസ്സിലാവും. അത്രയും മാലിന്യം ഉണ്ടെങ്കിൽ കേരളത്തെ മുഴുവൻ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് പൊതിയാം. ഒരു തവണയല്ല, 2 തവണ. ഹരിതകർമ്മസേന ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കും ഈ മാലിന്യം മുഴുവൻ എവിടെ കൊണ്ട് വലിച്ചെറിയും? റോട്ടില്, പാടത്ത്, പറമ്പില്, അല്ലെ, തോട്ടില്, ജലാശയങ്ങളിൽ ഒക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കുറച്ച് പേര്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ R ഇളങ്കോയാണ് ചുമതല കൈമാറിയത്. തൃശൂർ പൂരം അടക്കമുള്ളവയിൽ എല്ലാവരുടെയും സഹകരണത്തോടെയും പ്രവർത്തിക്കും. മുൻഗാമികൾ തുടങ്ങിവെച്ചതും നേടിയതുമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്ര നാസിക് സ്വദേശിയായ നകുൽ തിരുവനന്തപുരത്തും വൈക്കത്തും സേവനമനുഷ്ഠിച്ച ശേഷമാണ് തൃശൂർ കമ്മീഷണറായി ചുമതലയേറ്റത്. പല സീനിയർ ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവരും കുറേ പ്രോജക്ട്സും എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിനുശേഷം നമുക്ക് പുതിയ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ
അത് എല്ലാ ആൾക്കാരും ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാനുള്ള പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. വടക്കാഞ്ചേരി ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് കഴിഞ്ഞ മാസം 27-ന് തട്ടിപ്പ് നടന്നത്. കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിനിരയായത്. QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് 5000 രൂപ സമ്മാനമായി ലഭിച്ചതായി കാണിച്ചതോടെ ലിജി പണം നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് മാറാനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്ഥാപനത്തിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് തട്ടിപ്പുകാരന്റെ ദൃശ്യം പോലീസിന് കൈമാറിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ കേരളോത്സവം SN ഹാളിൽ നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറായി അത്തിക്കാട് ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. അപ്പോൾ യുവജനോത്സവം എന്നാണ് അന്ന് നമ്മുടെ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഉത്സവം. ആ ആശയത്തിലൂടെയാണ് നമ്മൾ ഈ രംഗത്ത് മാതൃപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ ആലോചിച്ചിരുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ CS മണികണ്ഠൻ, സെന്തിൽ കുമാർ, സുരേഷ് ഷിയാനി, P വിനു, KK സന്തോഷ് കുമാർ, ഐഷാബി അബ്ദുൾ ജബ്ബാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത AS, സീനിയർ ക്ലർക്ക് വിദ്യ GB എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. വൈസ് പ്രസിഡന്റ് രജനി ബാബു സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ഗ്രീഷ്മ സുഖിലേഷ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധതരം കലാമത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. 5-ാം തീയതി ഞായറാഴ്ച രാവിലെ ക്രിക്കറ്റ് മത്സരം, പഞ്ചഗുസ്തി മത്സരം, ഷട്ടിൽ എന്നീ മത്സരങ്ങൾ നാട്ടിക SN ഗ്രൗണ്ടിലും TSJ സ്റ്റേഡിയത്തിലും അരങ്ങേറുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഹുണ്ടായി ക്രെറ്റ കാർ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഖിൽ റിമാൻഡിലേക്ക്. കഴിഞ്ഞ മാസം 26-നാണ് കേസിനാസ്പദമായ സംഭവം. മനക്കൊടി സ്വദേശി കല്ലേരി വീട്ടിൽ 61 വയസ്സുള്ള അഷ്റഫ് എന്നയാൾ താമസിക്കുന്ന മനക്കൊടിയിലെ വീട്ടിൽ കാർപോർസിൽ നിന്നും അഷ്റഫിന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള ഹ്യൂണ്ടായി ക്രെറ്റ കാറാണ് മോഷ്ടിക്കപ്പെട്ടത്. ഈ സംഭവത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ ഇപ്പോൾ ചാലക്കുടി മുരിങ്ങൂരിൽ താമസിക്കുന്ന കൊല്ലം കാരിക്കോട് സ്വദേശി മുണ്ടോളി താഴത്തിൽ വീട്ടിൽ 30 വയസ്സുള്ള അഖിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മുരിങ്ങൂരിൽ നിന്നും പിടികൂടിയത്. തൃപ്രയാർ മണപ്പുറം വയോജനക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. CC മുകുന്ദൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയോജന സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷനായി. സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, ശില്പ ട്രീസ സെബാസ്റ്റ്യൻ, PK സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ PR സിദ്ധാർത്ഥ് ശങ്കർ, PS P നസീർ, KH ഷാനവാസ്, PS ബിജോയ്, സിന്ധു പ്രസാദ്, KK തങ്കമണി, CV ദമയന്തി, വത്സല രവീന്ദ്രൻ, സന്ധ്യ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചിത്രകാരൻ SK അന്തിക്കാട്, ഭിന്നശേഷി കുട്ടികളുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ അഫ്രീന ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വലപ്പാട് ബീച്ചിൽ വെള്ളിയാഴ്ച വൈകിട്ട് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് ചാഴൂർ സ്വദേശി. ചാഴൂർ സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ 81 വയസ്സുള്ള മിത്രനാണ് മരിച്ചത്. ഇന്നലെ രാവിലെ മുതൽ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. വൈകിട്ട് 6 മണിയോടെയാണ് വലപ്പാട് ബീച്ചിൽ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ സമ്മേളനം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ വെച്ച് നടത്തി. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സിജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീത ഭരതൻ, AV ശ്രീവത്സൻ, ഷീജ രാജീവ്, ജ്യോതിരാമൻ എന്നിവർ പ്രസംഗിച്ചു. ഗാസയിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നെടുക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ സമ്മേളനം പ്രമേയം മൂലം പ്രതിഷേധിച്ചു. ക്യൂബ എന്ന് പറയുന്ന രാജ്യം ഇന്ന് വലിയ ദാരിദ്ര്യത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവർക്ക് നല്ല സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിനുള്ള സാമ്പത്തികം ക്യൂബയിലില്ല എന്ന് നമുക്ക് കാണാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ക്യൂബയിലേക്ക്, പ്രത്യേകിച്ചും നമ്മുടെ വർഗബോധന സംഘടനകളും എല്ലാവരും തന്നെ ക്യൂബയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം ഉൾക്കൊണ്ടുകൊണ്ട് ക്യൂബയ്ക്ക് അയച്ചു കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതികളുടെ ഭാഗമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 60 വയസ്സിന് മുകളിൽ ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്കാണ് 8 ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടിൽ വിതരണം നടത്തിയത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ, ജനപ്രതിനിധികളായ EP അജയഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, രശ്മി ഷിജോ, അനിത ത്രിദീപ് കുമാർ, അജ്മൽ ഷരീഫ്, ഷൈൻ നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, ICDS സൂപ്പർവൈസർ ജസീറ, അങ്കണവാടി വർക്കേഴ്സ്, ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. 400 കട്ടിലുകളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ ബാക്കി 140 കട്ടിൽ ഉൾപ്പെടെ 200 കട്ടിലുകളാണ് നമ്മൾ വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നത്. നമുക്ക് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് നിറവേറ്റേണ്ടതിനാണ് ഈ ഒരു അടിയന്തരമായിട്ട് 60 കട്ടിലുകൾ വിതരണം ചെയ്യുന്നത്. ഔദ്യോഗികയുടെ പെരുമാറ്റം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത ഏങ്ങണ്ടിയൂരിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് രോഗി മരിച്ചു. ദേശീയപാത ഏങ്ങണ്ടിയൂരിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് രോഗി മരിച്ചു. സഹോദരിക്കും ആംബുലൻസ് ഓടിച്ചിരുന്ന മകനും പരിക്ക്. ഏങ്ങണ്ടിയൂർ പോളക്കൽ തുഷാര ക്ലബിന് സമീപം ആറുകെട്ടി രാധാകൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള സുഷമ്മയാണ് മരിച്ചത്. മകൻ ദർശൻ, സുഷമ്മയുടെ ചേച്ചി സത്യഭാമ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ കൈകാലുകൾ ഒടിഞ്ഞ നിലയിൽ സാരമായി പരിക്കേറ്റ സത്യഭാമയെ തൃശൂർ അശ്വനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈക്ക് നിസാര പരിക്കേറ്റ ദർശനി ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഏഴാങ്കല്ല് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. സനാതന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ ഡ്രൈവറാണ് ദർശൻ. സുഷമയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. ഏങ്ങണ്ടിയൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട ആംബുലൻസ് സർവീസ് റോഡിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം തകർന്നു. സുഷമ തൽക്ഷണം മരിക്കുകയായിരുന്നു. സഹായത്തിന് രോഗിയായ അനുജത്തിക്കൊപ്പം കൂടെ പോയിരുന്നതാണ് ചേച്ചിയായ സത്യഭാമ. മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചു. അഭിഷേകാണ് സുഷമയുടെ മറ്റൊരു മകൻ. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും. വാടാനപ്പള്ളിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് തൊഴിലാളി മരിച്ചു. നടുവിൽക്കര ആലത്തി ക്ഷേത്രത്തിന് കിഴക്ക് പുഴയോര റോഡിന് സമീപം പട്ടാലി പരേതനായ ചേന്തപ്പന്റെ മകൻ 60 വയസ്സുള്ള സുദീനപാലൻ ആണ് മരിച്ചത്. ഇലക്ട്രീഷ്യൻ ആയിരുന്നു. 2 ദിവസം മുമ്പ് ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോഴാണ് മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു മരണം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൊതു ഇടങ്ങളിൽ വോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സഞ്ജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിലുകൾ ശേഖരിക്കുന്നതിനായി 32 ബോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 50 ബോട്ടിൽ ബൂത്തുകൾ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തെളിമയോടെ തളിക്കുളം എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി സമൂഹത്തിൽ മാലിന്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർ ബിന്നി അറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ തളിക്കുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി, IRTC കോർഡിനേറ്റർ സുജിത്, ഷഫീഖ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിൽ പല നാടുകളിലും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പരിസര ശുചിത്വം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ളൊരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ള നിയമ നടപടികൾ ഉള്ളതുകൊണ്ട് അത്തരം രീതിയിൽ അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടലിൽ കണ്ടെയ്നർ പോലുള്ള വസ്തുവിൽ കുടുങ്ങി വള്ളക്കാർക്ക് വലയും മീനും നഷ്ടമാകുന്നത് പതിവാകുന്നു. കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏറെയും. മത്സ്യബന്ധനത്തിനായി കടലിൽ വീശുന്ന വലകൾ അപ്പാടെ നഷ്ടമാകുന്ന സ്ഥിതി പതിവായി മാറുമ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടക്കണക്ക് മാത്രമാണ് മിച്ചം ലഭിക്കുന്നത്. കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വലയേറുന്ന വള്ളങ്ങൾക്ക് മീനും വലയും നഷ്ടപ്പെടുന്നത് തുടർച്ചയായി മാറുകയാണ്. കണ്ടെയ്നർ പോലെയുള്ള വസ്തുവിൽ കുടുങ്ങിയാണ് വല നശിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4 വള്ളങ്ങൾക്കാണ് വല നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിന്റെ വലയാണ് നശിച്ചത്. വലയോടൊപ്പം മീനും കടലിൽ മുങ്ങിത്താണു. ഇത്തരത്തിൽ വലയും മീനും നഷ്ടപ്പെടുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. എന്നാൽ കൊച്ചിക്ക് പടിഞ്ഞാറ് വശത്ത് വലകൾ നശിക്കുന്ന സംഭവം തുടരുമ്പോൾ തീരത്ത് ആശങ്ക നിറയുകയാണ്. കാട്ടൂർ ലക്ഷ്മി കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. ശിക്ഷ ഈ മാസം 7 വിധിക്കും. നന്ദാലത്തുപറമ്പിൽ ഹരീഷിന്റെ ഭാര്യ ലക്ഷ്മി വെട്ടേറ്റ് മരിച്ച കേസിലാണ് നടപടി. 2021 ഫെബ്രുവരി 14 സംഭവം. ഗുണ്ടാ സംഘാംഗങ്ങളായ നന്ദിലത്തുപറമ്പിൽ ദർശൻകുമാർ, ചെമ്പാപ്പുള്ളി നിഖിൽദാസ്,
നങ്ങേലി വീട്ടിൽ ശരത്ത്, കള്ളിയത്ത് വീട്ടിൽ രാകേഷ് എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ജ്യോതി ജോർജ്, അഡ്വക്കേറ്റ് PJ ജ്യോതി, അഡ്വക്കേറ്റ് എബിൽ ഗോപുരൻ, അഡ്വക്കേറ്റ് PS സൗമ്യ എന്നിവർ കോടതിയിൽ ഹാജരായി. മാനാട്ടുകുന്ന് മങ്കരയിൽ വീട്ടമ്മ ടെറസിന് മുകളിൽ നിന്ന് വീണു മരിച്ചു. കുളങ്ങര വീട്ടിൽ അഷറഫിന്റെ ഭാര്യ 51 വയസ്സുള്ള സഹനയാണ് മരിച്ചത്. ടെറസിൽ ഉണക്കാനിട്ടിരുന്ന മല്ലി എടുക്കുന്നതിന് പോയ ഇവർ തലചുറ്റി താഴെ വീണതാണെന്നാണ് പറയുന്നത്. നാട്ടുകാർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പന്നിത്തടം സെന്ററിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറം സ്വദേശികളും പാലക്കാട് സ്വദേശികളും സഞ്ചരിച്ചിരുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. കേച്ചേരി ഭാഗത്തു നിന്നും വന്ന കാർ വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളം, ചാലിശ്ശേരി സ്റ്റേഷനുകളിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളം വാർഡിൽ വയോജനോത്സവം നടത്തി. കൗൺസിലർ TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് സുമ മുരളി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് തഹസിൽദാർ റീന രാജീവൻ വയോജന സന്ദേശം നൽകി. 85 വയസ്സ് പിന്നിട്ട വയോജനങ്ങളെയും 50 വർഷം വിവാഹ ജീവിതം പൂർത്തീകരിച്ച ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴുവിൽ സ്വദേശിനി എറണാകുളം മരട് ചമ്പക്കരയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഒരുമനയൂരിനെ മന്ത്രി അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഹരിതകർമ്മസേന കഴിഞ്ഞ വർഷം ശേഖരിച്ചത് 1,52,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. വടക്കാഞ്ചേരി ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.